യെശയ്യാ അധ്യായം 10. പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്നതിനും എൻ്റെ ജനത്തിലെ എളിയവൻ്റെ അവകാശം എടുത്തു കളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുറകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം. ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്തു നിന്ന് അടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്തു ചെയ്യും? ആരുടെ അടുത്ത് നിങ്ങൾ സഹായത്തിന് വേണ്ടി ഓടിച്ചെല്ലും? നിങ്ങൾ ധനം എവിടെ സൂക്ഷിക്കും? ഒന്നും അവശേഷിക്കുകയില്ല. ബന്ധിതരുടെ ഇടയിൽ പതുങ്ങി നടക്കുകയും വധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വീഴുകയുമല്ലാതെ നിവൃത്തിയില്ല. ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല, അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു. എൻ്റെ കോപത്തിൻ്റെ ദണ്ഡും രോഷത്തിൻ്റെ വടിയുമായ അസീറിയ, അധർമ്മികളായ ജനതയ്ക്കെതിരെ ഞാൻ അവനെ അയക്കുന്നു. എൻ്റെ കോപത്തിൻ്റെ പാത്രമായ ജനത്തെ കൊള്ളയടിക്കാനും കവർച്ച വസ്തു തട്ടിയെടുക്കാനും തെരുവിലെ ചെളി പോലെ അവരെ ചവിട്ടിത്തേക്കാനും ഞാൻ അവന് കൽപ്പന നൽകുന്നു. എന്നാൽ അവൻ്റെ ഉദ്ദേശം അതല്ല, അവൻ്റെ മനസ്സിലെ വിചാരവും അപ്രകാരമല്ല. നാശം മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്. അനേകം ജനതകളെ വിച്ഛേദിച്ച് കളയുകയാണ് അവൻ്റെ ഉദ്ദേശ്യം. അവൻ പറയുന്നു, എൻ്റെ സൈന്യാധിപന്മാർ രാജാക്കന്മാരല്ലേ? കൽനോ കാർക്കമിഷ് പോലെയല്ലേ? ഹാമാത്ത് അർപ്പാദ് പോലെയും സമറിയ ദമാസ്കസ് പോലെയുമല്ലേ? ജെറുസലമിലും സമറിയായിലുമുള്ളവയേക്കാൾ വലിയ കൊത്തുവിഗ്രഹങ്ങളോടുകൂടി രാജ്യങ്ങളെ ഞാൻ എത്തിപ്പിടിച്ചിരിക്കെ സമരിയായോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ചെയ്തതുപോലെ ജെറുസലമിനോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ഞാൻ ചെയ്യേണ്ടതല്ലേ? കർത്താവ് സിയോൻ പർവ്വതത്തോടും ജെറുസലമിനോടുമുള്ള തൻ്റെ പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ അസീറിയ രാജാവിൻ്റെ ഉദ്ധതമായ വൻപ് പറച്ചിലിനെയും അഹങ്കാരത്തെയും ശിക്ഷിക്കും. അവൻ പറയുന്നു, എൻ്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാനിത് ചെയ്തത്. കാരണം എനിക്കറിവുണ്ടായിരുന്നു. ഞാൻ ജനതകളുടെ അതിർത്തികൾ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. സിംഹാസനത്തിലിരിക്കുന്നവരെ ഞാൻ കാളക്കൂറ്റൻ്റെ കരുത്തോടെ താഴെയിറക്കി. പക്ഷിക്കൂട്ടത്തിൽ നിന്നെന്ന പോലെ എൻ്റെ കരം ജനതകളുടെ സമ്പത്ത് അപഹരിച്ചു. ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നത് പോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കരസ്ഥമാക്കി. ചിറകനക്കാനോ വായ തുറന്ന് ചിലയ്ക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെട്ടുകാരനോട് കോടാലി ഒൻപ് പറയുമോ? അറുക്കുന്നവനോട് വാൾ വീമ്പടിക്കുമോ? ദണ്ട് അത് ഉയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരമല്ലാത്തവനെ ഉയർത്തുന്നത് പോലെയും ആണത്. കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് കരുത്തന്മാരായ യോദ്ധാക്കളുടെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗമയക്കും. അവൻ്റെ കരുത്തിനടിയിൽ അഗ്നിജ്വാല പോലെ ഒരു ദാഹശക്തി ജ്വലിക്കും. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. അവൻ്റെ വനത്തിൻ്റെയും വിളവ് നിലങ്ങളുടെയും പ്രഭാവം കർത്താവ് നശിപ്പിക്കും, ആത്മാവും ശരീരവും തന്നെ. രോഗിയായ മനുഷ്യൻ ക്ഷയിക്കുന്നത് പോലെ ആയിരിക്കും അത്. അവൻ്റെ വനത്തിൽ അവശേഷിക്കുന്ന വൃക്ഷങ്ങൾ ഒരു കുഞ്ഞിനെണ്ണാവുന്നത് പോലെ പരിമിതമായിരിക്കും. ഇസ്രായേലിൽ അവശേഷിച്ചവരും യാക്കോബിൻ്റെ ഭവനത്തിൽ ജീവിച്ചിരിക്കുന്നവരും തങ്ങളെ പ്രഹരിച്ചവനിൽ അന്ന് ആശ്രയിക്കുകയില്ല. അവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവിൽ തീർച്ചയായും ശരണം വയ്ക്കും. അവശേഷിക്കുന്ന ഒരു ഭാഗം, യാക്കോബിൻ്റെ സന്തതികളിൽ അവശേഷിക്കുന്ന ഒരു ഭാഗം ശക്തനായ ദൈവത്തെങ്കിലേക്ക് തിരിയും. നിങ്ങളുടെ ജനമായ ഇസ്രായേൽ കടലിലെ മണൽത്തരി പോലെയാണെങ്കിലും അവശേഷിക്കുന്നവരിൽ ഒരു ഭാഗം മാത്രമേ തിരിയുകയുള്ളൂ. നീതി കവിഞ്ഞൊഴുകുന്ന വിനാശം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് നിശ്ചയിക്കപ്പെട്ടതുപോലെ ഭൂമുഖത്ത് പൂർണ്ണ വിനാശം വരുത്തും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിൽ വസിക്കുന്ന എൻ്റെ ജനമേ, ഈജിപ്തുകാർ ചെയ്തതുപോലെ അസീറിയക്കാർ തങ്ങളുടെ വടി കൊണ്ട് പ്രഹരിക്കുകയും നിങ്ങൾക്കെതിരെ ദണ്ടുയർത്തുകയും ചെയ്യുമ്പോൾ ഭയപ്പെടരുത്. എന്തെന്നാൽ അല്പസമയത്തിനുള്ളിൽ
എൻ്റെ രോഷം ശമിക്കുകയും എൻ്റെ ക്രോധം അവരുടെ വിനാശത്തിനായി തിരിച്ചുവിടുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് ഓറബിലെ പാറയ്ക്കടുത്ത് വെച്ച് മിദിയാനെ പ്രഹരിച്ചതുപോലെ അവരെ പ്രഹരിക്കും. ഈജിപ്തിൽ വെച്ച് ചെയ്തതുപോലെ അവിടുന്ന് സമുദ്രത്തിന്മേൽ ദണ്ണുയർത്തിപ്പിടിക്കും. അന്ന് അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുകം തകർക്കപ്പെടുകയും ചെയ്യും. അവൻ റിമ്മോനിൽ നിന്ന് വന്നു അയ്യാത്തിലെത്തി മിഗ്രോണിലൂടെ കടന്ന് മിക്മാഷിൽ ചെന്നു. അവിടെ അവൻ തൻ്റെ സാമഗ്രികൾ സൂക്ഷിക്കുന്നു. അവർ ചുരം കടന്ന് ഗേബായിലെത്തി അവിടെ രാത്രി ചെലവഴിക്കുന്നു. റാമ വിറകൊള്ളുന്നു, സാവൂളിൻ്റെ ഗിബയ ഓടിമറയുന്നു. ഗാലീം പുത്രി ഉറക്കെ നിലവിളിക്കുക, ലൈഷ ശ്രദ്ധിക്കുക, അനാത്തോത്തെ മറുപടി പറയുക. മാത്ബന പലായനം ചെയ്യുന്നു, ഗബിൻ നിവാസികൾ രക്ഷ തേടി ഓടുന്നു. ഈ ദിവസം തന്നെ അവൻ നോബിൽ താമസിക്കും. സിയോൻ പുത്രിയുടെ മലയുടെ നേരെ, ജെറുസലം കുന്നിൻ്റെ നേരെ അവൻ മുഷ്ടി ചുരുട്ടും. സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീകരമായ ശക്തിയോടെ മുറിച്ചു തള്ളും. ഉന്നത ശാഖകളെ വെട്ടിവീഴ്ത്തും, ഉയർന്നവയെ നിലം പതിപ്പിക്കും. അവിടുന്ന് വനത്തിലെ നിബിഡഭാഗങ്ങളെ കോടാലുകൊണ്ട് വെട്ടിവീഴ്ത്തും. ലബനോൻ അതിൻ്റെ മഹാവൃക്ഷങ്ങളോടെ നിലം പതിക്കും. Chapter 10. Woe to those who enact unjust statutes and who write oppressive decrees, depriving the needy of judgment and robbing my people's poor of their rights, making widows their plunder and orphans their prey. What will you do on the day of punishment when ruin comes from afar? To whom will you flee for help? Where will you leave your wealth, lest it sink beneath the captive or fall beneath the slain? For all this his wrath is not turned back, his hand is still outstretched. Woe to Assyria, my rod in anger, my staff in wrath. Against an impious nation I send him, and against a people under my wrath I order him, to seize plunder, carry off loot, and tread them down like the mud of the streets. But this is not what he intends, nor does he have this in mind. Rather it is in his heart to destroy, to make an end of nations, not a few. Are not my commanders all kings, he says? Is not Calno like Carchemish, or Hamath like Arpad, or Samaria like Damascus? Just as my hand reached out to idolatrous kingdoms that had more images than Jerusalem and Samaria, just as I treated Samaria and her idols, shall I not do to Jerusalem and her graven images? But when the Lord has brought to an end all his work on Mount Zion and in Jerusalem, I will punish the utterance of the king of Assyria's proud heart, and the boastfulness of his haughty eyes, for he says, By my own power I have done it, and by my wisdom, for I am shrewd. I have moved the boundaries of peoples, their treasures I have pillaged, and like a giant I have put down the enthroned. My hand has seized like a nest the riches of nations. As one takes eggs left alone, so I took in all the earth. No one fluttered a wing, or opened a mouth, or chirped. Will the axe boast against him who hews with it? Will the saw exalt itself above him who wields it? As if a rod could sway him who lifts it, or a staff him who is not wood. Therefore the Lord of hosts, will send among his fat ones leanness, and instead of his glory there will be kindling like the kindling of fire. The light of Israel will become a fire, Israel's Holy One a flame, that burns and consumes his briars and his thorns in a single day. His splendid forests and orchards will be consumed, soul and body. And the remnant of the trees in his forest will be so few, like poles set up for signals, that any boy can record them. On that day the remnant of Israel, the survivors of the house of Jacob, will no more lean upon him who struck them, but they will lean upon the Lord, the Holy One of Israel, in truth. A remnant will return, the remnant of Jacob, to the mighty God.
For though your people, O Israel, were like the sand of the sea, only a remnant of them will return. Their destruction is decreed as overwhelming justice demands. Yes, the destruction he has decreed, the Lord, the God of hosts, will carry out within the whole land. Therefore, thus says the Lord, the God of hosts, O my people who dwell in Zion, do not fear the Assyrian, though he strikes you with a rod and raises his staff against you. For only a brief moment more, and my anger shall be over, but them I will destroy in wrath. Then the Lord of hosts will raise against them a scourge such as struck Midian at the rock of Oreb, and he will raise his staff over the sea as he did against Egypt. On that day his burden shall be taken from your shoulder, and his yoke shattered from your neck. He has come up from the direction of Rimmon, he has reached Aiath, passed through Migron. At Michmash his supplies are stored. They cross the ravine. We will spend the night at Geba. Ramah is in terror. Gibeah of Saul has fled. Cry and shriek, O daughter of Galim. Hearken, Laisha. Answer her, Anathoth. Madmenah is in flight. The inhabitants of Gebim seek refuge. Even today he will halt at Nob. He will shake his fist at the mount of daughter Zion, the hill of Jerusalem. Behold, the Lord of hosts, lops off the boughs with terrible violence. The tall of stature are felled, and the lofty ones brought low. The forest thickets are felled with the axe, and Lebanon in its splendor falls.